എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ സുലഭമായി കിട്ടുന്ന യാമാണ്, നമ്മുടെ കാച്ചിൽ. അതാണ് ഇന്ന് ഇവരിതെങ്ങനെയാണ് ഉഗാണ്ടൻ സ്റ്റൈലിൽ ഇതെങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, കപ്പ, ഇതൊക്കെ ഇവർ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെറിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നതെന്നും ഇതിനകത്ത് എത്ര വെള്ളം ഒഴിക്കണമെന്നും ഒക്കെ കൃത്യമായി ചോദിച്ചിരുന്നു. പിന്നെ ഇതിനകത്ത് ഇവരെന്തൊക്കെയാണ് അടിയിൽ വെക്കുന്നത് ആവി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ കാച്ചിലിൻ്റെ തന്നെ പല ടൈപ്പുണ്ട്. ഇവിടെ 2-3 കളറിൽ കിട്ടും. ഒരു വയലറ്റ് കളറിൽ കിട്ടും, ഒരു ബ്രൗൺ കളർ കിട്ടും, പിന്നെ ഇത് വൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള പിള്ളേർ പറയുന്നുണ്ട് ഇതിലും വൈറ്റായിട്ടുള്ളത് ചില സമയങ്ങളിൽ കിട്ടുമെന്ന്. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവരിത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഒരു വാഴയുടെ ഇലയ്ക്കകത്ത് വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വാഴയുടെ തണ്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കർ എടുക്കുന്ന പറഞ്ഞാൽ ഇതൊരു കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഇത്രയും കട്ടിയുള്ള നമ്മുടെ ചരുവം പോലത്തെ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. പക്ഷേ എനിക്ക് അങ്ങനത്തെ പാത്രങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. തന്നെയുമല്ല ഇതിൻ്റെ ആവി വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരും. അവർക്ക് ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ഇത് പാകമായോ എന്നറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കുക്കർ ഉപയോഗിക്കുന്നത്. കുക്കർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടേക്കുന്നത് കണ്ടിട്ട് പലരും ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലരും ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ 1-2 പേരുണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരാളുണ്ടാക്കി. അപ്പോൾ സംശയം ചോദിച്ചിരുന്നു. അപ്പം ഞാനത് പറഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് സന്തോഷം. എൻ്റെ ചാനലിലൂടെ കണ്ടതില്ലല്ലോ, ഉഗാണ്ടക്കാർ ചെയ്യുന്ന സംഗതികൾ നമുക്കും ഇഷ്ടമായി, മറ്റുള്ളവർ ചെയ്യുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ്. ഇവർ ചെയ്യുന്ന സംഗതികൾ അംഗീകരിച്ചല്ലോ എന്നോർത്തിട്ട് വളരെ സന്തോഷം. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ സോൾട്ട് ഇടത്തില്ല. ഒരു എണ്ണത്തിൽ ഇവർ ഉപ്പ് ഉപയോഗിക്കത്തില്ല. അല്ലാത്ത ഭക്ഷണ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കും, ഇതുപോലെ തന്നെ ഇടും. ഞാനപ്പം പല പ്രാവശ്യം പറഞ്ഞു ഒരു ശകലം ഉപ്പ് കലക്കി അതിനകത്ത് ഒഴിക്കാമെന്നപ്പോൾ അവൾ പറഞ്ഞു പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്നിട്ട് അത് ഉപ്പിൻ്റെ ടേസ്റ്റ് വരും, അതുകൊണ്ട് വേണ്ടാന്ന്. അപ്പോൾ ശരി, നമ്മൾ വേറെ എന്തെങ്കിലും ചേർത്ത് കഴിക്കുമല്ലോ, അതിൽ ഉപ്പ് ചേർത്താൽ മതി. ഇത്ര വെള്ളം ആകെ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഇത്രയും ഇവർ ഉപയോഗിക്കുകയല്ല. പിന്നെ ഞാനിത് ഗ്യാസിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇവരാണെങ്കിൽ സെഗ്രി എന്ന് പറഞ്ഞിട്ട് കരിയടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും വെള്ളമൊന്നും അവർ ഉപയോഗിക്കുകയല്ല. പക്ഷേ ഞാൻ ഇത്രയും വെള്ളം ഉപയോഗിച്ചത് ഗ്യാസിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം വരുമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്തത്. അപ്പം ഇതിൽ വെച്ചിട്ട് ഇതിന് വെയിറ്റൊന്നും ഇടത്തില്ല. ഇതുപോലെ തന്നെ വെച്ച് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ തീ കുറച്ചിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ ആവി വരുമല്ലോ, ആവി വന്നിട്ടുണ്ട്. ഇപ്പം ആവി വന്നു കഴിഞ്ഞാൽ കൊണ്ട് സിമ്മിലാക്കിയിട്ട് അത് ഇത്ര സമയം ഒന്നുമില്ല. ഇത് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. അത് മുറിക്കുമ്പം തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് ഹാർഡായിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പം നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് വരും. അപ്പം തന്നെ ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇത് റെഡിയായല്ലേ എന്ന് ചോദിക്കും. തന്നെ അല്ല, റെഡി ആയിട്ടില്ല എന്ന് പറയും. പക്ഷേ അവർ പറയുന്ന സമയത്ത് നമ്മളിത് തുറന്നെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അത് തുറന്ന് എടുക്കുമ്പോൾ നല്ല ചൂടോടെ നമുക്കിങ്ങനെ എടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് കയറത്തുമില്ല. നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. കാച്ചിലൊന്നും ഇതുപോലെയൊന്നും നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാലൊന്നും ഇതുപോലെയൊന്നും കിട്ടത്തില്ല. തൊടുമ്പം തന്നെ കണ്ട മുറിഞ്ഞു പോരും ഇങ്ങനെ. ഇപ്പോൾ ഒരു ചെറിയ ചുമപ്പ് കളറുണ്ട് എന്ന് അവൾ പറഞ്ഞായിരുന്നത്, ക്ലീൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഒരു ചെറിയ ചുവപ്പ് കളറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് വേവിച്ചെടുത്തേക്കുന്നത്. അതിന് ഞാൻ ഇത് ചെറിയ ഉള്ളി ഇവിടെ കിട്ടത്തില്ല. ചെറിയ ഉള്ളി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അത് വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, ശകലം പുളിയും ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാനാണ് ഇതിന് പാകത്തിനൊരു ചമ്മന്തി. അപ്പോൾ ഇവരൊക്കെ നോൺ വെജൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് കൂട്ടിയാണ്, മുളക് കൂട്ടി കഴിക്കാനാണ് നമുക്കിഷ്ടം. അപ്പം ഒരുപാട് വലിയൊരു വീഡിയോ ഒന്നുമല്ല, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. ഒരുപാട് വലിയ വീഡിയോ അല്ലെങ്കിൽ പോലും ഇതെല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം, സംശയം ചോദിച്ചവർക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ, സി യു. എല്ലാവരും സുഖമായിരിക്കും, സന്തോഷമായിരിക്കും. അപ്പം വീഡിയോ കണ്ടിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ക്ലിയറായിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് ഷോർട്സ് ആയതുകൊണ്ടാണ് എനിക്കത്രയും ക്ലിയറായിട്ട് കാണിച്ച് തരാൻ പറ്റാഞ്ഞത്. അപ്പോൾ സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കടമയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പ്രഷർ കുക്കറിൽ തന്നെ വെച്ച് കാണിച്ചത്. അപ്പം ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.